ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുവിൻ്റെ മരണത്തിന് ശേഷം ആ ബോഡി കുരിശിൽ നിന്നിറക്കി അടക്കി ഉയർക്കുന്നതിന് മുമ്പ് ഏതാണ്ട് 30 മുതൽ ഒരു 33 മണിക്കൂറിനിടയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ സുവിശേഷത്തിന് ശേഷം ലേഖനങ്ങളിലും ഒക്കെയായി പരിശുദ്ധാത്മാവ് അത് യോഗ്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് എന്തൊക്കെ സംഭവിച്ചെന്ന്. അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോകാം. പാതാള ജയിലുകൾ തകർത്തു എന്ന ഭാഗത്തേക്ക് നമ്മൾ പോകുന്നത്. അതിൻ്റെ ഭാഗം നമുക്ക് വായിച്ച് മുന്നോട്ട് പോകാം. 1 പത്രോസ് 3:19 വാക്യം. 1 പത്രോസ് 3:19. ആത്മാവിൽ അവൻ ചെന്നു. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആത്മാവിൽ അവിടുന്ന് ചെന്ന് തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആംപ്ലിഫൈഡ് വേർഷൻ എഴുതിയേക്കുന്നത് ഇൻ വിച്ച് ഹി വെൻറ്റ് ആൻഡ് പ്രീച്ച്ഡ് ടു ദ സ്പിരിറ്റ്സ് ഇൻ പ്രിസൺ എന്നാണ്. ജയിലിൽ കിടക്കുന്ന ആത്മാക്കളോട് പ്രസംഗിച്ചു എന്ന് തന്നെയാണ്. ഈ ജയിൽ എവിടെയാ? പാതാളത്തിൽ. ആത്മാക്കളോട് പ്രസംഗിച്ചു. തടവിലുള്ള ആത്മാക്കളോടും തന്നെ മലയാളത്തിൽ കിടപ്പുണ്ട്. ഇംഗ്ലീഷിൽ അത് കിടക്കുന്നത് സ്പിരിറ്റ്സ് ഇൻ പ്രിസൺ എന്നാണ്. പ്രിസൺ. തടവിൽ കിടക്കുന്നവരോട് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ യേശു തന്നെയൊന്നുമല്ല പോയത്. യേശുവും പോയി. യേശുവല്ല പോയത്, ക്രിസ്തുവാണ് പോയത്. ആത്മാവ്, ആ ആത്മാവായ ക്രിസ്തു തൻ്റെ സർവ്വവിധ സൈനിക സംവിധാനങ്ങളോടും വടിയോടും കോലോടും കൂടിയാണ് പോകുന്നത്. അങ്ങനെ പോയിട്ട് അങ്ങനെ ചെല്ലുമ്പോൾ തന്നെ പാതാളം കിടുകിട വിറച്ചു. കാരണം ഇരുട്ടത്തിരുന്ന ജയില്, ഇരുട്ടിൻ്റെ ശക്തികൾ ഭരിക്കുന്നിടം, അവിടേക്ക് തീഷ്ണമേറിയ വെളിച്ചം, താങ്ങാൻ വയ്യാത്തത്ര വെളിച്ചം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയോ, ഈ ഇരുട്ടത്ത് വസിക്കുന്ന ചില പക്ഷികളൊക്കെ ഉണ്ട്, ഈ വവ്വാല് പോലെയുള്ളതൊക്കെ. അതൊക്കെ വെയിൽ കാണുമ്പോഴത്തേനും അത് സ്ഥലം വിടും, അതിനൊന്നും പിടിച്ച് അല്ലെ കണ്ണടച്ച് കിടക്കും എന്ന് പറഞ്ഞതുപോലെ ഈ നരിച്ചീറുകളൊക്കെ അങ്ങനെയാണ്. അതുപോലെ ഈ ഇരുട്ടിനകത്തൊക്കെ വസിക്കുന്ന ചില ക്ഷുദ്രജീവികളുണ്ട്. അങ്ങനെയുള്ളവരുടെ ലോകത്തിലേക്ക് വലിയ തീഷ്ണതയേറിയ വെളിച്ചത്തോടുകൂടി ദൈവവും ദൈവത്തിൻ്റെ സംവിധാനങ്ങളും, കുഞ്ഞാട് തന്നെ വെളിച്ചമുള്ളവനാണല്ലോ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. കുഞ്ഞാടിൻ്റെ വെളിച്ചം എന്നൊക്കെയാണ് നമ്മൾ പുതിയ നിയമ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്. അപ്പോൾ ഈ ശക്തിയേറിയ ദൈവത്തിൻ്റെ വെളിച്ചം, സൂര്യനും ചന്ദ്രനും വരെ നക്ഷത്രങ്ങൾക്കും വരെ തേജസ് കൊടുക്കുന്ന ആധാരമായ, കൊളോസി ലേഖനം പറയുന്ന ആധാരമായ കുഞ്ഞാടിൻ്റെ പ്രകാശം അങ്ങോട്ട് ചെന്നപ്പോൾ, ആ വെളിച്ചം ചെന്നപ്പോൾ തന്നെ നരക കവാടങ്ങൾ കിടുകിട വിറച്ചു. എന്നിട്ടോ അവൻ അവിടെ ചെന്ന് പ്രസംഗിച്ചു. എന്നതായിരിക്കും പ്രസംഗിച്ചേ? ഞാൻ രക്തം ചിന്തിയിട്ടുണ്ട്. സുവിശേഷം അറിയിച്ചു. വിശ്വസിക്കുന്നതിന് വേണ്ടി ഞാൻ രക്തം ചിന്തിയിട്ടുണ്ട്. നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കൂടെ ഞാൻ മരിച്ചിട്ടുണ്ട്, ഞാൻ അടക്കപ്പെട്ടിട്ടുണ്ട്. മത്തായി സുവിശേഷം 27:50 വാക്യത്തിൽ പറയുന്നത് യേശു പ്രാണനെ വിട്ടപ്പോൾ 51 വാക്യം പറയുന്നു തിരശീല കീറിപ്പോയി എന്ന് പറഞ്ഞാൽ ദേവാലയത്തിലെ തിരശീല. മത്തായി സുവിശേഷം 27:50-51 എടുത്തേ. യേശു പിന്നെ ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽത്തൊട്ട് അടിയോളം 2 ചീന്തിപ്പോയി. ഇതിനകത്ത് കിടക്കുന്ന ഒരു മർമ്മം എന്താണെന്നറിയാവോ? ഈ ദേവാലയത്തിന് പുറത്ത് പ്രകാരം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അതിനകത്ത് പരിശുദ്ധ സ്ഥലമുണ്ട്, അതിൻ്റെയും അകത്ത് അതിപരിശുദ്ധ സ്ഥലമുണ്ട്. ഈ അതിപരിശുദ്ധ സ്ഥലത്തിരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യവും പരിശുദ്ധ സ്ഥലത്തും തമ്മിലുള്ള ഒരു തിരിവ് 2 ഇഞ്ചോളം തിക്നെസ് ഉള്ള സ്വർണ്ണ നൂലുകളിൽ ഉണ്ടാക്കിയ ഒരു സ്വർണ്ണ ഭിത്തി എന്ന് വേണേൽ പറയാം. കർട്ടൻ എന്നൊന്നും അല്ല പറയേണ്ടത്. ആ സ്വർണ്ണ ഭിത്തി, അതിലൊരു നൂല് വെച്ച് വേണേ ആനയെ പിടിച്ച് കെട്ടാമെന്നാണ് പറയുന്നത്. ആനയെ പിടിച്ച് കെട്ടുന്ന നൂല് വെച്ച് ആന വലിച്ച് ആനയുടെ കാല് കീറി പോവുള്ളൂ. അത്രയും ശക്തമായ നൂലുകൾ പാകി ഉണ്ടാക്കിയ ഒരു സ്വർണ്ണ ഭിത്തിക്കകത്തായിരുന്നു ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം വസിച്ചിരുന്നത്. അങ്ങനെ വസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് അത് മുകളിൽ നിന്ന് താഴെ വരെ ദൈവം കീറിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ, ഈ പ്രധാന പുരോഹിതന്, മഹാപുരോഹിതന് മാത്രമേ വർഷത്തിൽ ഒരിക്കൽ അകത്ത് കയറാൻ പറ്റുള്ളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ തിരശീല മുകൾ തൊട്ട് താഴെ വരെ കീറി തിരശീല മാറ്റി കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന ദൈവസാന്നിധ്യം ഇറങ്ങി ജനത്തിനടുത്തേക്ക് പോയി. അതുകൊണ്ട് പുരോഹിതന്മാരില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞങ്ങൾക്കൊക്കെ ഇത് മനസ്സിലായപ്പോൾ ഞങ്ങൾ ഈ പുരോഹിതന്മാരുള്ള സംവിധാനം അങ്ങ് വിട്ടു. അപ്പോൾ ചോദിക്കും, പാസ്റ്റർമാർ പുരോഹിതന്മാരൊന്നുമല്ല, വചനം പറഞ്ഞു കൊടുക്കാനുള്ള വെറും മൂപ്പന്മാർ മാത്രമാണ്. അതിനപ്പുറത്ത് അവർ പുരോഹിതന്മാരൊന്നുമല്ല. ബലിയില്ലെന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നത്. സജീവവും പൂർണ്ണവും ഏകവുമായ ബലി അർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ഇത് കൃത്യമായി പറയുമ്പോൾ പുരോഹിതന്മാരെ എടുത്ത് പുറത്ത് കളയേണ്ടി വരും.
അതുകൊണ്ട് പുരോഹിതന്മാരുള്ള പ്രസ്ഥാനം ഇതിനെ ശക്തിയുക്തം എതിർക്കും, ഇത് പറ്റുകയല്ലെന്ന്. പക്ഷേ കാര്യം മനസ്സിലാകുമ്പോൾ നമ്മളിത് വേണ്ട പോലെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. വിട്ടുപോരുക എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അവരെ വിട്ട് വേർവിട്ട് പുറത്തു വരണം. ഇന്നും ഈ പുരോഹിത ശുശ്രൂഷയ്ക്കകത്ത് നിൽക്കുന്നെങ്കിൽ കൊട്ടയ്ക്കകത്ത് കയറി നിന്ന് കൊട്ട ചുമന്നുകൊണ്ട് പോകുന്നതിന് തുല്യമാണ്. കൊട്ടയ്ക്കകത്ത് നമ്മൾ കയറി നിന്നിട്ട് ആ കൊട്ട ചുമന്നുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പം ഞാൻ കൊട്ടയ്ക്കകത്ത് കയറി നിന്നിട്ട് ഞാൻ ഈ കൊട്ട ചുമക്കാൻ തീരുമാനിക്കുന്നത് പോലെയുള്ള മണ്ടത്തരമാണ് വചനം പറയുന്നതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ. അതായത് ഈ കൂരിരുട്ടിൻ്റെ താഴ്വരയിൽ കൂടി സാത്താൻ്റെ തടവറയിൽ യേശുക്രിസ്തുവിന് മുമ്പ് മരിച്ചിരുന്ന വിശുദ്ധന്മാരെ അവിടെ പാർപ്പിച്ചെന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട്, അതിനു മുമ്പ് യേശുക്രിസ്തുവിന് മുമ്പ് പോയവരാരും അവിടുന്ന് തിരികെ വന്നിട്ടില്ല. കാരണം കൂരിരുട്ടി കൂടെ പോയാൽ തിരിച്ചു വരാൻ പറ്റിയല്ല. യേശുവും സൈന്യവും പാതാളത്തിലെത്തി. യേശു പ്രസംഗിച്ചു, ഞാൻ ഭൂമിയിൽ എല്ലാവർക്കും വേണ്ടി, മുൻകാലങ്ങളിൽ ജീവിച്ചവരും ഇനി വരുന്നവർക്കും ഇപ്പോൾ ഉള്ളവർക്കും എല്ലാവർക്കും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ മരിച്ചു എന്ന് പ്രസംഗിച്ചു. ആ തടവിലുള്ളവരത് വിശ്വസിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാം. ഉൽപ്പത്തി പുസ്തകം 2:7 വാക്യത്തിൽ പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഊതിയപ്പോൾ അവൻ ജീവാത്മാവായെന്നാണ്. അപ്പോൾ അവിടെ പാപത്തിൻ്റെ ബന്ധനത്തിൽ മരണശിക്ഷ അനുഭവിച്ച് അവിടെ കിടന്നവരുടെ ഉള്ളിലേക്ക് ഈ ജീവാത്മാവ് കയറിയപ്പോൾ 2:17 പറഞ്ഞു, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും നിശ്ചയം. തിന്നു, മരിച്ചു. എന്നാൽ തിന്നുന്നതിന് മുമ്പിലുള്ള അവസ്ഥയിലേക്ക് ദൈവം ആ തടവി കിടക്കുന്നവരെ ആക്കി. ഈ തിന്നുന്നതിന് മുമ്പുണ്ടായിരുന്ന യഥാർത്ഥ അവസ്ഥയിലേക്ക് ദൈവം അവരെ ആക്കി. എന്ന് പറഞ്ഞാൽ ഈ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നപ്പോൾ ആത്മാവ് മരിച്ചു. ആ ആത്മാവിൽ ദുരാത്മാവ് വസിച്ച് ചലിപ്പിച്ച് ജീവിപ്പിച്ച് മരിപ്പിച്ച് പാതാളത്തിലോട്ട് കൊണ്ടുപോയി. യേശു പറഞ്ഞു, ദൈവം പറഞ്ഞു ഉൽപ്പത്തി പുസ്തകത്തിൽ ഇവനെ സൃഷ്ടിക്കുമ്പോൾ പറഞ്ഞു, നന്മ തിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നാ നിശ്ചയം മരിക്കും. പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് 900 വർഷങ്ങൾ ആദം പിന്നെ ജീവിച്ചിരുന്നു. അപ്പോൾ ശരീരത്തിലല്ല മരിച്ചത്. ഈ ആത്മാവിൽ മരിച്ച മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് ദൈവസാന്നിധ്യം പോയപ്പോൾ അവിടേക്ക് പിശാചു വസിച്ചു. പിശാച് ഇവനെ ഭൂമി ജീവിപ്പിച്ചു, ഇവൻ്റെ ഉള്ളിൽ വസിച്ചു, ഇവനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചു, ജഡത്തിലും ലോകത്തിൻ്റെ ഇഷ്ടങ്ങളും ചെയ്യിച്ചിട്ട് ഇവൻ മരിച്ചപ്പോൾ ഇവൻ്റെ ആത്മാവിനെ നേരെ കൊണ്ട് തടവിലാക്കി. എന്ന് പറഞ്ഞാൽ ഏദൻ തോട്ടത്തിൽ നിശ്ചയമായി മരിച്ച ആത്മമനുഷ്യനെ പിശാചു കൊണ്ട് തടവിലാക്കി ആത്മാവിനെ യേശു അവിടെ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ആ ആത്മാക്കൾ വീണ്ടും പഴയതുപോലെ തന്നെയായി. ഇത് തന്നെയാണ് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ടാൽ പറ്റുന്നത്. മാനസാന്തരപ്പെട്ടാൽ സംഭവിക്കുന്നതാ, ഈ മരിച്ചു കിടന്ന ആത്മമനുഷ്യൻ്റെ ഉള്ളിലുള്ള പൈശാചിക ശക്തി പുറത്തു പോയിട്ട് അവിടെ പരിശുദ്ധാത്മാവ് കയറി വസിക്കും. അങ്ങനെ കയറി വസിക്കുന്നവൻ, അങ്ങനെയുള്ളവൻ്റെ ജീവന് ശരീരം മരിച്ച് ഭൂമിയിൽ അടക്കപ്പെട്ടാലും അവൻ്റെ ആത്മാവിനെ പിശാചിന് പാതാള തടവറയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഇങ്ങനെ യേശുവിന് മുമ്പ് പാതാള തടവറയിൽ ചെന്നിരുന്നവരെ സുവിശേഷം പറഞ്ഞ് ജനിപ്പിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ മത്തായി 2:27 ഇങ്ങനെ എഴുതിയേക്കുന്നു, ശവക്കല്ലറകൾ തുറക്കുകയും മരിച്ചു പോയിരുന്ന അനേകം വിശുദ്ധരുടെ ശരീരങ്ങൾ ജീവൻ പ്രാപിച്ചെഴുന്നേൽക്കുകയും ചെയ്തു. അതായത് ഭൂമിയിൽ ജീവിച്ചിരുന്ന വിശുദ്ധർ പോലും ഈ പാതാളത്തിലായിരുന്നു, ജയിലുകളിലായിരുന്നു, പാതാളത്തിലുള്ള പിശാചിൻ്റെ തടവറയിലായിരുന്നു. എന്നിട്ട് പറയുന്നു, ശവക്കല്ലറകൾ തുറക്കുകയും മരിച്ചു പോയിരുന്ന അനേകം വിശുദ്ധരുടെ ശരീരങ്ങൾ ജീവൻ പ്രാപിച്ചെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ യേശു ക്രൂശിൽ മരിച്ചപ്പോൾ, യേശു സർവ്വസൈന്യാഹത്തോടെ പാതാളത്തിലേക്ക് ചെന്നപ്പോൾ, അവിടെ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ, അവിടെ ആത്മാവിൽ തടവിലായി കിടന്ന, പിശാചിൻ്റെ ജയിലുകളിൽ തടവിലായി കിടന്ന, തടവറയിലായി കിടന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കൾ സുവിശേഷം വിശ്വസിച്ച് ആ ആത്മാക്കൾ അവർ ഭൂമിയിൽ അടക്കപ്പെട്ടിരുന്ന ശരീരത്തിലേക്ക് വന്നു. ഇതവിടെ എഴുതിയേക്കുന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, അവർ കല്ലറകളിൽ നിന്ന് പുറത്തു വന്നു. യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം അത് സംഭവിക്കുന്നത്. കല്ലറകളിൽ നിന്ന് പുറത്തു വന്ന ശേഷം വിശുദ്ധ നഗരത്തിൽ ചെന്ന് അനേകം പേർക്ക് പ്രത്യക്ഷമായി. അവർ പിന്നീട് 40ഓളം ദിവസങ്ങളിൽ യേശു സ്വർഗത്തിലേക്ക് പോകുന്നത് വരെ അവർ ഈ ഭൂമിയിൽ പലർക്കും പ്രത്യക്ഷപ്പെട്ടെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ കല്ലറകൾ തുറന്നത് പുനരുദ്ധാനത്തിന് ശേഷമാണ്.
എന്നാൽ ജീവൻ വെക്കുന്നത് പുനരുദ്ധാനത്തിന് മുമ്പാണ് ഈ കല്ലറകളിൽ മരിച്ചവരിലേക്ക് വന്നത്. ഇതെല്ലാം ചേർത്ത് നമുക്ക് വായിക്കണമെങ്കിൽ നമ്മളിത് ഓടിച്ച് വായിച്ചാൽ പറ്റില്ല. ഇത് അവിടെ ഇവിടെയൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പാതാള പറുദീസായിൽ കിടന്ന, പാതാളത്തിൽ പിശാചിൻ്റെ തടവറയിൽ കിടന്ന വിശുദ്ധന്മാരെ വരെ അവിടെ ചെന്ന് വിടുവിച്ചുകൊണ്ട് വന്ന ദൈവമാണ് യേശു ക്രിസ്തു. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സായിപ്പ് കോമളരൂപൻ ചെറിയ മനുഷ്യനല്ല. നമ്മുടെ പരുവത്തിൽ അമ്മയുടെ മടി കിടക്കുന്ന ആളല്ല. നമ്മുടെ പരുവത്തിന് ഈ ദിവസങ്ങളിൽ ഒരു സഹോദരി ചോദിക്കുന്നത് കേട്ടു, യേശു ഇരിക്കുന്ന സ്വർഗം എവിടെയാ? യേശു ഇരിക്കുന്ന സ്വർഗം. അപ്പം മറിയത്തിൻ്റെ വയറോ സ്വർഗമല്ലേ? എന്താന്ന് പിടികിട്ടിയില്ലേ? എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്കൊരു കാര്യം പിടികിട്ടും. നിദ്ര പ്രാപിച്ച വിശുദ്ധരുടെ ശരീരങ്ങൾ ഉയർപ്പിക്കാൻ വേണ്ടി യേശു പാതാള ജയിലുകൾ തകർത്തു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി നന്ദി പറയുന്നു, നല്ല വചനങ്ങൾക്കായി നന്ദി പറയുന്നു. പാതാളത്തിലെ ജയിലുകൾ തകർത്ത് വിശുദ്ധന്മാരെ അവിടുന്ന് വിടുവിച്ച് കൊണ്ടുവന്ന ആ ജയിലുകൾ തകർത്ത് കളഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിൻ്റെ ശേഷം കർത്താവെ അവൻ സ്വർഗാരോഹണം, അവൻ ഉയർക്കുന്നതിന് മുമ്പ്, അവൻ്റെ പുനരുദ്ധാനത്തിന് മുമ്പ് അവൻ പാതാള ജയിലുകൾ തകർത്ത കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേൾവിക്കാരുടെ ഓരോരുത്തരുടെയും ഉള്ളത്തിലേക്ക് വചനം സത്യസന്ധമായി കയറി ചെല്ലുവാൻ ദൈവം ഇടയാക്കണമേ. മതഭേദങ്ങൾ അവരെ സ്വാധീനിക്കരുതേ. അവരായിരിക്കുന്ന മതമെന്ന കൊട്ടയ്ക്കകത്ത് കയറി നിന്ന് ആ കൊട്ടയും ചുമന്ന് സ്വർഗത്തിലേക്ക് പോകാനുള്ള അവരുടെ ശ്രമങ്ങളെ അവർക്ക് തിരിച്ചറിയിച്ചു കൊടുക്കണമേ. അതിൽ കയറി നിന്ന് ചുമക്കാൻ കഴിയില്ല എന്നുള്ള ബോധ്യം അവരുടെ ഉള്ളിൽ കൊടുക്കണമേ. സകലത്തിലും അധികമായി യേശുവിനെ രക്ഷിതാവും കർത്താവും നാഥനുമായി സ്വീകരിപ്പാനിടയാക്കണം. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.